വേറിട്ട അഭിനയം കൊണ്ടും ശബ്ദം കൊണ്ടും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് രഘുവരൻ. 2008 നടന്റെ മരണം. ആഗ്രഹങ്ങൾ ഒരുപാട് ബാക്കി വെച്ചാണ് രഘുവരൻ മൺമറഞ്ഞത് എന്ന് ഭാര്യയും നടിയുമായ രോഹിണി പറയുന്നു. ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. വിവാഹത്തിന് ശേഷമുള്ള തന്റെ ആദ്യ പിറന്നാളിന് രഘുവരൻ സമ്മാനമായി നൽകിയ സാരി ഉടുത്താണ് രോഹിണി എത്തിയത്. രഘുവരൻ എന്ന അഭിനേതാവിന്റെ 30% മാത്രമേ സിനിമാ ഇൻഡസ്ട്രി ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി 70% അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു കഥാപാത്രമായി കഴിഞ്ഞാൽ അതിനുവേണ്ടി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രംഗങ്ങളിൽ അഭിനയിക്കില്ല എന്ന നിബന്ധന മാത്രമേ രഘുവിനും ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരു നടൻ എന്ന രീതിയിൽ ഏതുതരം റോളുകൾ ഏറ്റെടുത്തു ചെയ്യാനും അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമായിരുന്നു. തന്റെ ഉള്ളിലെ നടനെ പൂർണ്ണമായും പുറത്തെടുക്കുക എന്ന ഉദ്ദേശത്തിൽ ആത്മ എന്നൊരു സിനിമ രഘു പ്രഖ്യാപിച്ചിരുന്നു. വിദേശത്തു നിന്നും വരുന്ന ഒരു വനിതയിലൂടെ കഥ പറയുന്നതായിരുന്നു ആ സിനിമ. ശരിക്കും അതൊരു ഇന്റർനാഷണൽ ലെവൽ സിനിമയായിരുന്നു. അതിനുവേണ്ടി ചില ഫോട്ടോഷൂട്ടുകളും എല്ലാം നടത്തിയിരുന്നു. അന്നെടുത്ത ഫോട്ടോകൾ പലതും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാറുണ്ട്. പക്ഷെ അത് പൂർത്തിയാക്കാൻ രഘുവിന് സാധിച്ചില്ല. അതിനു മുൻപേ അദ്ദേഹം മരണപ്പെട്ടു. രോഹിണി പറയുന്നു. കക്ക എന്ന സിനിമയിൽ ഒന്നിച്ചഭിനയിച്ചതിലൂടെയാണ് രഘുവരനും രോഹിണിയും പ്രണയത്തിലായത്. അന്ന് അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് ആരാധികയായി മാറിയെന്ന് രോഹിണി ഇന്നും പറയുന്നു. 1996 ഇരുവരുടെയും വിവാഹം. ഒരു മകനും പിറന്നു. ഒത്തുപോകാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളാൽ 2004 രോഹിണിയും രഘുവും വിവാഹമോചനം നേടിയിരുന്നു. പക്ഷേ ഇരുവരുടെയും ഉള്ളിലെ പ്രണയം നഷ്ടപ്പെട്ടില്ല. 2008 അമിതമായ മദ്യപാനത്തെ തുടർന്ന് ആന്തരികാവയവങ്ങൾ നശിച്ച് രഘുവരൻ മരണപ്പെട്ടത്. മരണാനന്തരം രഘുവിന്റെ എല്ലാ ചടങ്ങുകളും നടത്തിയത് രോഹിണിയാണ്. ഇന്നും അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന നിലയിൽ തന്നെയാണ് രോഹിണി സ്വയം വിശേഷിപ്പിക്കുന്നത്. മുൻ ഭാര്യ എന്ന വിശേഷണമല്ല. രഘുവിന്റെ ഓർമ്മകൾ എന്നും തനിക്കും മകനുമൊപ്പമുണ്ട് എന്നും രോഹിണി പറഞ്ഞു.